ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശിവരാത്രിയെ കുറിച്ചാണ്. ശിവഭഗവാന്റെ ജീവൻ നിലനിർത്തുന്നതിനായിട്ട് പാർവതി ദേവി ഒരു രാത്രി വെടിഞ്ഞതിനെ ആണ് നമ്മൾ ശിവരാത്രിയായിട്ട് കണക്കാക്കുന്നത്. നിങ്ങളിൽ പലരും ശിവരാത്രി വ്രതം നോക്കുന്നവരാണ്. എന്നാൽ എങ്ങനെയാണ് ശിവരാത്രി വ്രതം നോക്കേണ്ടതെന്ന് അറിയില്ല. നമുക്കതിനെക്കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ്. ഒരു നേരത്തെ അരിയാഹാരം കഴിച്ച് ഒരു രാത്രിയും ഒരു പകലും ഉറക്കമൊഴിഞ്ഞ് ഇരിക്കണം. അതാണ് ശിവരാത്രി. ഇത് ചെയ്യേണ്ടത് സ്ത്രീകളാണ് കൂടുതലും. എന്തുകൊണ്ടെന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് വിശ്വാസം. അപ്പോൾ നമുക്ക് ശിവരാത്രി ഉണ്ടായ ആ ഒരു കഥ കേട്ടാൽ, ഒരിക്കൽ ദുർവാസാവ് മഹർഷി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വിശിഷ്ടമായ മാല ദേവേന്ദ്രന് കൊടുക്കുകയുണ്ടായി. ദേവേന്ദ്രൻ ആ മാല ഐരാവതത്തിൻ്റെ പുറത്ത് വെച്ചു. ഐരാവതം ആ മാല എടുത്തിട്ട് ചവിട്ടി. ദുർവാസാവ് ഏറ്റവും കോപിഷ്ഠനായ സന്യാസിമാരിൽ ഒരാളാണ്. അദ്ദേഹം ഭയങ്കരമായിട്ട് കോപിച്ചു. ഉടനെ ശപിച്ചു, ജരാനര വന്ന് ഭവിക്കട്ടെ ദേവന്മാർക്കെല്ലാം. അങ്ങനെ ദേവന്മാർക്കെല്ലാം ജരാനര വന്നു. ഈ ജരാനരം മാറാനായിട്ട് വിഷ്ണു ഭഗവാൻ പറഞ്ഞു, മന്ദരപർവ്വതത്തെ കടകോലാക്കി കറക്കണം, തൈര് കടയുന്ന പോലെ. അപ്പോൾ അതിൽ നിന്നും അമൃത് വരും. അത് കഴിച്ചാൽ നമ്മുടെ ജരാനരയൊക്കെ മാറുമെന്ന് ദേവന്മാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ അസുരന്മാരെ കൂട്ടുപിടിക്കും. അങ്ങനെ മന്ദരപർവ്വതത്തെ കടയും. അതിൽ നിന്ന് കാളകൂട വിഷം വരും. കാളകൂട വിഷം ഒരു തുള്ളി ഭൂമിയിലേക്ക് പതിച്ചാൽ ഭൂമി ഇല്ലാതെയാകും. അത് പേടിച്ച് ശിവഭഗവാൻ ആ കാളകൂട വിഷത്തെ കുടിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ പാർവതി ദേവി ഭയന്ന് തൻ്റെ കഴുത്തിൽ പിടിക്കുകയും വിഷ്ണു ഭഗവാൻ പുറത്തേക്ക് പോകുമെന്ന് വിചാരിച്ച് വാഴ പൊത്തുകയും ചെയ്തു. പാർവതി പിടിച്ച ആ ഭാഗത്ത് നീലക്കളറായതിനാലാണ് നീലകണ്ഠൻ എന്ന പേര് ശിവഭഗവാൻ ഉണ്ടായത്. അങ്ങനെ ആ ദിവസം ശിവഭഗവാന്റെ ജീവൻ നിലനിർത്തുന്നതിനായിട്ട് നോറ്റ രാത്രിയാണ് ശിവരാത്രിയായിട്ട് കണക്കാക്കുന്നത്. ഇനി ശിവരാത്രി ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. രാവിലെ രാഹുകാലത്തിന് മുന്നേ എഴുന്നേറ്റ് ശിവക്ഷേത്രത്തിൽ പോയി ഭസ്മം നെറ്റിയിൽ ചാർത്തി ശിവഭഗവാനെ മാത്രം നമ്മൾ വിളിക്കണം. ഓം നമ ശിവായ എന്ന് പറയുന്ന മന്ത്രം ജപിക്കുക തന്നെ വേണം. തലേ ദിവസം രാത്രി മുതൽ ചെയ്യേണ്ടതാണ്. വേറെ ഒന്നും തന്നെ നമ്മൾ മനസ്സിൽ ചിന്തിക്കാൻ പാടില്ല. നിങ്ങളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, എങ്ങനെയാണ് ശിവരാത്രി വ്രതം നോക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. അരിയാഹാരം ഒരു നേരം മാത്രം കഴിക്കുക. എന്നിട്ട് ശരീരശുദ്ധിയും മനഃശുദ്ധിയും നിർബന്ധമാണ്. മറ്റൊരാളെ കുറ്റം പറയുക, മറ്റൊരാളെക്കുറിച്ച് നമ്മൾ അപവാദം പറയാതെ ഒന്നും പാടില്ല. ആരോടും ദേഷ്യപ്പെടുക, മറ്റുള്ളവരുമായിട്ട് വാക്തർക്കങ്ങളിൽ ഏർപ്പെടുക, അതൊന്നും ചെയ്യാൻ പാടില്ല. ശിവഭഗവാനെയും പാർവതി ദേവിയും മനസ്സിൽ നന്നായിട്ട് ചിന്തിച്ച് ഓം നമ ശിവായ എന്ന മന്ത്രം ജപിച്ച് ഒരു ദിവസത്തെ അരിയാഹാരം കഴിച്ച് പിറ്റേ ദിവസം വൈകുന്നേരം വിളക്ക് വച്ച് കഴിഞ്ഞിട്ട് ആ നോമ്പ് നമ്മളെടുത്ത് വ്രതം മുറിക്കണമല്ലോ, ഒരു അര ഗ്ലാസ് മോര് കുടിച്ചോ എങ്ങനെയെങ്കിലും ആ വ്രതം മുറിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.